പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രസാദപര ചോർച്ച സംഭവിക്കുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നാട്ടുകാരോട് പറയും, വീട്ടുകാരോട് പറയും. പക്ഷേ ദൈവത്തിന് വേണ്ടി സഹിച്ച കാര്യങ്ങളാ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ സഹിച്ച കാര്യങ്ങളാ. എനിക്കങ്ങനെ സംഭവിച്ചു, എന്നോട് അങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോണത് ഇന്ധനച്ചോർച്ച വരും. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച എന്ന് പറയത്തില്ലേ, നിലത്തിറക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് സംഭവിക്കുന്നത്. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച വന്നാൽ നിലത്തിറക്കി കണ്ട വിമാനത്താവളത്ത് ഇറക്കേണ്ടി വരും. മനസ്സിലായി? അതുപോലെയാണ് നമ്മൾക്ക് ഇന്ധനച്ചോർച്ച, കൃപാവര ചോർച്ച സംഭവിക്കരുത്. കൃപാവര ചോർച്ച സംഭവിക്കുകയാണത്. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി സഹിച്ച സഹനങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഒരു സഹായ അനുഭൂതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ധനച്ചോർച്ച ചെയ്യും. പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞ ഒരു കാര്യം, മറിയം സൂക്ഷിക്കണം, ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയിലൂടെയാണ് നിൻ്റെ സുവിശേഷ സാക്ഷ്യം പോകണത്. അതുകൊണ്ട് നിനക്ക് ആരും ഇല്ലാത്തപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഉള്ളപ്പോൾ നീ അപ്പായോടല്ലാതെ വേറെ ആരോടും പറയരുത്. കാര്യം അപ്പായാണ് ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. അപ്പായോട് പറഞ്ഞെന്നാണ് ഈ പറയണത്. മറിയം ആ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞു, അതിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹാനുഭൂതി നിനക്ക് കിട്ടത്തില്ലേ, അതാ അപ്പം പ്രസാദപരം ചോർന്നു പോകും. അതാ ഇന്ധനം ചോർച്ചയെന്ന് പറയണത്. അപ്പോൾ കണ്ട സ്ഥലത്ത് ഇറക്കേണ്ടി വരും, യാത്ര മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പാലിക്കുവാൻ സുവിശേഷ സാക്ഷ്യത്തിനായി ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങള് നിന്നോടുള്ള സ്നേഹത്തിന്റെ വിഷയമായതിനാൽ നിന്നോട് മാത്രം ഷെയർ ചെയ്യാൻ പരിശുദ്ധ അമ്മയെപ്പോലെ എന്നെ അഭ്യസിപ്പിക്കണമേ. അതായത് ഇപ്പൊ ഈശോ ഒരിക്കൽ പറഞ്ഞില്ലേ, ഈശോ എന്താ പറഞ്ഞേ, അതായത് സ്നേഹിതന് വേണ്ടി അല്ലേ, 15:13 യോഹന്നാൻ 15:13 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഇത് ഈശോ ചുമ്മാ അതായത് വേറെ ഒരു കാര്യമായിട്ട് നിന്ന് ഇപ്പം നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നല്ല സമറിയക്കാരനെ ആ കഥ നിങ്ങൾക്ക് ഇല്ല, ലുക്ക 10 അധ്യായത്തിലുള്ള ആ കഥയിൽ എന്താ പറയണത്? നല്ല സമറിയക്കാരൻ അയാൾ
ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതിനെ മൃതപ്രായനാക്കി പൈസ അടിച്ചു മാറ്റി. അപ്പോൾ ഒരു സമരക്കാരൻ വന്ന് ഇയാളെ എണ്ണയും വീഞ്ഞ് ചോദിച്ച വ്രണങ്ങളെല്ലാം കഴുകി കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചതാണ് സഭ. അപ്പോൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നൊരു കഥയാണ് സ്നേഹിതന് വേണ്ടി ജീവൻ വിലയിരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വേണേൽ പറയാം. അവിടെ അത് പറയാനായിട്ടില്ല. എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു വാചകമാണ്. കാര്യം സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. പക്ഷേ ഈശോയുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക വ്യാപാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക വ്യാപാരം പുറത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ 15 ഒന്നൊരു വായിച്ച്, അതിൻ്റെ മുകളിലും താഴെ ഒന്ന് വായിച്ച് 15 12 15 14 ഒന്ന് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ യോഹന്നാൻ 15:12 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതിന്റെ ഇനി പറയണ 15-13 പറയണ എന്താണ്? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇതിന്റെ വിഷയം എന്ന് പറയണത്, നമ്മൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന്റെ പിന്നിലെ എന്താണ് അതിൻ്റെ സത്യം എന്താണെന്ന് ഈശോ പറയാം. അതാണ് എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ വായിച്ച് 15-12 വായിച്ച്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് 2 കാര്യങ്ങളാണ്. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്, അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്. ഈ അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് മിസ് ചെയ്യരുത് നിങ്ങൾ. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ എന്താ ഉള്ളത്? അതായത് ഈശോ നമ്മളെ ഈശോ പറഞ്ഞു നോക്കണത് എന്താണ്? ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള കാരണവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണത്തിൻ്റെ എന്താ കാരണം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് വിഷയം. അപ്പോഴേ നമ്മളെ ഉടമ്പടിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരോടുള്ള സ്നേഹം? ഈശോ നമ്മളെ സ്നേഹിക്കുന്ന കാരണം എന്താ? ഈശോ നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം പിതാവ് ഈശോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ അത് അതായത് അത് അറിയണമെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾ 10-17 എടുത്തേ. അതായത് യോഹന്നാന്റെ 10-17. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ അനുഭവിച്ച ഒരു അനുഭവം. നിങ്ങൾ എന്ത് IELTS പാസ്സായാലും, ജപ്തി നടപടി മാറിയാലും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയണത് ദൈവത്തെ ലക്ഷ്യമായിട്ട് സിംഗിളായിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഈ വസ്തുവകളിൽ നേടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതിനകത്ത് തീരും. പറഞ്ഞു മനസ്സിലായില്ലേ? അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം, അവിടെ നിയോഗങ്ങളാണ് അവിടെ ലക്ഷ്യം. പക്ഷെ ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നിയോഗമല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താ? അതായത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയാണ്. നന്ദിയിലപ്പുറം ഞാൻ ഈ ജന്മം മുഴുവനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഞാൻ കടപ്പെട്ടവളാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഫെബ്രുവരിയിലാണ്. എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്.
ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഫെബ്രുവരിയിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. വരാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്കൊരു അപൂർവമായൊരു അസുഖത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്ത് അസുഖമാണെന്നും അറിയില്ല, അതിന് മരുന്നുമില്ല. പക്ഷേ അസുഖം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസികമായ വിഭ്രാന്തി, എപ്പോഴും ചില സമയത്ത് പറയണതൊന്നും ഓർമ്മയില്ല, ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്താ പറയണേന്ന് അറിയണില്ല, എന്താ ചെയ്യണേന്ന് അറിയില്ല, ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ ഉമിനീര് പോലും അമ്മ ഇറക്കില്ലായിരുന്നു. ഒരു മെഡിസിൻ 22 കൊല്ലമായിട്ടൊരു മെഡിസിൻ കഴിക്കുകയാണ്. ആ മെഡിസിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ആ മെഡിസിൻ ഒരു ദിവസം മുടങ്ങിയാൽ ഭക്ഷണം കഴിക്കില്ല. അതുപോലെ ഉമിനീര് വന്നതുമൊക്കെ തുപ്പിക്കളയുമായിരുന്നു. അങ്ങനത്തെ ഒരു രോഗമായിരുന്നു. എന്താണ് അസുഖം എന്ന് ഇന്ന് വരെ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതെന്താ അസുഖമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വിഷമത്തോടുകൂടി അങ്ങനെ 22 കൊല്ലമായിട്ട് ആ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫെബ്രുവരിയൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലാതായി, ഭക്ഷണം കഴിക്കാതെയായി. ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കണില്ല, ഉമിനീര് പോലും വന്നത് തുപ്പി കളയുമായിരുന്നു. അങ്ങനെ എൻ്റെ വല്യമ്മയാണ് ആദ്യമായിട്ട് മോനെ നമുക്ക് അന്നായിരുന്നു അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, കൃപാസനത്തിൽ അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, ഇനി അവസാന വഴി അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഡോക്ടർമാർക്ക് കൊണ്ടുപോയാലും അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരു അസുഖവും ഇല്ല എന്നാണ് പറഞ്ഞു വിടണത്. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇരട്ട സഹോദരിയാണ്. ഒരുപോലെയാണ് ഇവർ, ഒരേ വയസ്സും ഒരേ പ്രായവും 5 മിനിറ്റത്തെ വ്യത്യാസമേ ഉള്ളൂ. വല്യമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ അന്നത്തെ ദിവസം അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുമെന്ന് കരുതിയാണ് അന്ന് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഓഫീസിൽ തിരക്കിയപ്പോഴാണ് അറിയണത് ഉടമ്പടി എടുത്തവർക്കേ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് അടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ അവിടെ അങ്ങനെ ഇരുന്നതും പെട്ടെന്ന് അമ്മ തല കറങ്ങി അവിടെ തന്നെ വീണു. ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അമ്മ മറിഞ്ഞ് വീണു. അപ്പോൾ എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാം ഫുള്ള് കാര്യങ്ങൾ വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് തല കറങ്ങി വീണതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കുപ്പി വെള്ളമൊക്കെ തന്നിട്ട് പറഞ്ഞു മോളെ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യും കാലും കിടന്ന് വിറയ്ക്കുക, എന്താ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പയ്യെ കണ്ണ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ എൻ്റെ അസുഖം എന്തോ കുറഞ്ഞു പോയ പോലെ, എൻ്റെ ശരീരത്തിൽ എന്തോന്ന് ഇറങ്ങിപ്പോയ പോലെ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ അമ്മ പറയണേ, ഒന്നും ഉണ്ടാവില്ല, അമ്മ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മനെ കുറച്ച് നേരം കൂടെ 5 മിനിറ്റും കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ണീരോടെ ഞങ്ങളുടെ കണ്ണീന്ന് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. കാര്യം അവസാന വഴിയാണ് അമ്മയെടുത്ത്, ഇനി വേറെ പോവാൻ സ്ഥലമോ മരുന്നോ ഒന്നുമില്ല. ആ മരുന്ന് കഴിക്കണ മരുന്നും ഇപ്പം ശരീരത്തിൽ റിയാക്ട് ചെയ്യാതെയായി. കാര്യം അത് കഴിച്ച് ആ മരുന്നും ശരീരത്തിൽ പിടിക്കാതെയായി. വേറെ മെഡിസിനും ഇല്ല, ലാസ്റ്റ് മെഡിസിൻ അതേ ഉള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പൊതി ചോറ് കരുതിയിട്ടുണ്ടെന്ന് എൻ്റെ വല്യമ്മ പറഞ്ഞ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും, ഒരു പൊതി ചോറും കൂടി എടുക്കാം നമുക്ക്, പോണ വഴിക്ക് ചിലപ്പോൾ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവളത് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പിടി ചോറ് കയ്യെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി ഒരു വഴിവക്കിലൊരു സൈഡിലിരുന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വിശക്കണുണ്ട് നല്ലോണം, എനിക്ക് ചോറ് താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ആ ചോറ് പൊതി അഴിച്ച് അമ്മയുടെ കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ ആ ചോറ് വേഗം വാരി കൈ നിറച്ചും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ ആ ചോറ് വാരി കഴിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാര്യം അത്ര അമ്മ അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണത് ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. അത്രയും നാൾ കൂടിയിട്ട്, ഇത്ര വർഷങ്ങൾ കൂടിയിട്ട് അമ്മ ചോറും പൊതി വാരി നല്ലോണം ആസ്വദിച്ച് കഴിക്കണുണ്ടപ്പോൾ എനിക്ക് എന്താ അത്ഭുതം നടന്നതെന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 22 2025 ഉടമ്പടി എടുത്തത്. ഉടമ്പടി കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ എന്നാൽ പറ്റുന്ന വിധം ഞാൻ ചെയ്തു പോന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അമ്മ അപ്പോഴും ഈ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് ഇപ്പം കഴിക്കാം. അത് കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് യാതൊരുവിധ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഒക്ടോബർ 1 ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി.
പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉമിനീര് അമ്മ ഇങ്ങനെ അപ്പോഴും തുപ്പുന്നുണ്ടായിരുന്നു. ഉമിനീര് തുപ്പുന്നത് അമ്മ അപ്പോഴും അമ്മയ്ക്കത് മാറിയിട്ടുണ്ട്. കാര്യം അപ്പം അമ്മ പറയണത് എന്താണെന്ന് വെച്ചാൽ ഉമിനീര് ഇറക്കിയ അമ്മ മരിച്ചു പോകും. അമ്മയ്ക്ക് അങ്ങനത്തെ എന്തോ പൈശാചികമായ ദോഷങ്ങൾ കൊണ്ടാണോ ദുഷ്ടപ്രവൃത്തികളുടെ ശക്തികൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രോഗം, അപൂർവമായൊരു രോഗം എന്നും അറിയില്ല. പക്ഷെ അമ്മ പറയണ ആ ഉമിനീരിറക്കിയ അമ്മ മരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, അമ്മ ഒന്ന് ഇറക്കി നോക്കുമെന്ന് പറഞ്ഞ് അമ്മ ഇറക്കിയപ്പോൾ അമ്മ പെട്ടെന്ന് ശരീരമൊക്കെ വിറച്ച് അമ്മ നിലത്ത് വീണു. അപ്പം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അത് പറ്റാത്തത് കൊണ്ടാണ്, അമ്മ മനഃപൂർവ്വം അല്ല, അത് പറ്റാത്തത് കൊണ്ടാണ് അമ്മ അത് ചെയ്യാത്തതെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ തീരുമാനമെടുത്തു, അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വേണമെന്ന് മനസ്സിൽ ശക്തമായ തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ 3-ാം തീയതി ഡിസംബർ 3-ാം തീയതി ഇവിടെ വന്നു. എല്ലാം ഞങ്ങൾക്ക് അച്ഛൻ്റെ കാണാനുള്ള അനുവാദം കിട്ടി. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നടന്നു. കറക്റ്റ് അച്ഛന് ഞങ്ങൾ 3-ാം തീയതി ഇവിടെ വന്ന് അമ്മേനെ ആ സൈഡിൽ അവിടെ ഇരുത്തി. അമ്മയുടെ ഊഴായപ്പോഴേക്കും അച്ഛൻ കൃത്യം അമ്മയുടെ തൊണ്ടയിൽ 3 കുരിശ് വരച്ചു. എങ്ങനെയാണ് അച്ഛന് കൃത്യമായിട്ട് എൻ്റെ അമ്മയുടെ അസുഖം എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ഛൻ എൻ്റെ അമ്മയുടെ തൊണ്ട നോക്കി 3 കുരിശ് തൊണ്ടയിൽ വരച്ചു. ആ ക്ഷണനേരം തന്നെ അമ്മ അമ്മയുടെ വായിൽ വരുന്ന ഉമിനീര് അമ്മ ഇറക്കാൻ തുടങ്ങി. പിന്നെ ഈ നിമിഷം വരെ അമ്മ തുപ്പിയിട്ടില്ല. വായിലുള്ള ഉമിനീരൊന്നും അമ്മ തുപ്പിക്കളഞ്ഞിട്ടില്ല. അത് മുഴുവൻ ഇറക്കുക ചെയ്യണത്. ഇതുവരെ ഒരു പ്രശ്നമോ അമ്മയ്ക്ക് പിന്നെ മാനസികമായ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആ സമയത്ത് തന്നെ പിന്നെ ഞങ്ങൾ അന്ന് തൊട്ട് അപ്പം അമ്മ വീട്ടിൽ പോയപ്പോൾ ചോദിച്ചു, മരുന്ന് കഴിക്കണോ മോനെ, ഇനി മരുന്ന് കഴിക്കും. ഞാൻ വേണ്ട അമ്മ, ഇനി മരുന്ന് കഴിക്കണ്ട. കാര്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയെക്കാട്ട് വേറെ ഒന്നും നമുക്ക് ഇനി ഇല്ല. അതിനെക്കാട്ടും വലിയൊരു മരുന്ന് ഈ ലോകത്തില്ല. അതുകൊണ്ട് അമ്മ ഇനി മരുന്ന് കഴിക്കണ്ട, ഇന്ന് തൊട്ട് നമുക്ക് ആ മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തൊട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇന്ന് വരെ ആ മെഡിസിൻ കഴിച്ചിട്ടില്ല. ഇപ്പം മെഡിസിനൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകണം. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. അമ്മയ്ക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണു. ഇതെൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോപ്പം ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നു ഒരിക്കലും ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മ ഉണ്ടാവില്ലായിരുന്നു. കാര്യം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഏറിപ്പോയ 1 മാസം പോലും സാധിക്കില്ല. പക്ഷെ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഞങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവ് ഈശോപ്പയും ഞങ്ങൾക്ക് തന്നതാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിന് എൻ്റെ അമ്മ മാതാവ് ഈശോപ്പയോട് ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടവളാണ്. അതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. എൻ്റെ 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഡിഗ്രി എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ബികോമിന് കമ്പ്യൂട്ടറാണ് എടുത്തത്. പക്ഷേ കോർപ്പറേഷൻ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കോർപ്പറേഷനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി എക്സാമിന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം കോളേജിൽ പോയി ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങി. അപ്പം എന്നെ കോളേജിൽ നിന്ന് അവരൊന്നും പറഞ്ഞു വിട്ടില്ല, വേറെ എന്തെങ്കിലും വേണോ ഒന്നും പറഞ്ഞു വിട്ടില്ല. ഹോൾ ടിക്കറ്റ് വെറുതെ തന്നു വിടുക ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ എക്സാമിന് 1:30-ക്കാണ് എനിക്ക് എക്സാം. ഞാൻ ഒരു 12:30 ആയപ്പോൾ എത്തിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോൾ ടിക്കറ്റ് നോക്കി റൂം നമ്പർ നോക്കുകയാണ്, ഏത് റൂമിലാണ് എനിക്ക് ഇരിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടി. ഞാൻ ആ ബോർഡിൽ ഉള്ള നമ്പറും എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പറുമായിട്ട് ഞാനിങ്ങനെ ഒത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ എൻ്റെ പുറകെ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ഹോൾ ടിക്കറ്റിൽ എന്താ ഫോട്ടോ ഇല്ലാത്തത്? ഫോട്ടോയും അതുപോലെ ഫോട്ടോയുടെ മേളിൽ ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം, ഗവൺമെൻറ് സ്റ്റാഫ് ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സമയം 12:30 ആയി. എനിക്ക് 1:30-ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വെപ്രാളമായി. ഞാൻ വേറെ കുട്ടികളുടെയൊക്കെ നോക്കുക, എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ മാത്രമേ ഇല്ല. അപ്പോൾ ഞാൻ വേഗം ഓഫീസിലോട്ട് ഓടിച്ചെന്നു. ഞാൻ അവിടെ പോയി അവിടുത്തെ സാറിനോട് ചോദിച്ചു, പ്രിൻസിപ്പളിനോട് ചോദിച്ചു, ഇന്ന പോലെ ഫോട്ടോയും ഇതും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണോ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഫോട്ടോ ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല, അതുപോലെ അറ്റസ്റ്റും ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമത്തിൽ എൻ്റെ കൈയും കാലും വിറയ്ക്കുക. ഞാൻ വളരെ പ്രതീക്ഷയോടെ എക്സാം എഴുതില്ല തയ്യാറെടുപ്പോടെ പോയതാണ്. പെട്ടെന്ന് എനിക്കിത് കേട്ടപ്പോൾ, കാര്യം സമയമില്ല, എൻ്റെ മുമ്പിൽ 1:30-ക്ക് എക്സാമാണ്, ആകെ കുറച്ച് സമയത്തിനുള്ളിൽ ഫോട്ടോ കയ്യിലില്ല, ഫോട്ടോ എടുക്കണം, പോയി എടുത്തിട്ടേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിറച്ച് കോളേജിൻ്റെ ഗേറ്റിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്.
ബസ് കാത്ത് നിൽക്കുകയാണ്, ഫോട്ടോ എടുക്കാൻ പോണ സ്ഥലത്തേക്ക് ബസ് കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഒറ്റ ബസ് വരണില്ല. ആ വഴി അങ്ങനെ ബസ് റൂട്ടുള്ളതല്ല. കുറേ നേരം ഒരു 5-10 മിനിറ്റ് അടുത്ത് ഞാൻ നിന്നു അവിടെ തന്നെ. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നീ അതിന് കൈ കാണിക്കാൻ പറഞ്ഞു. ഞാൻ വേഗം ഓട്ടോറിക്ഷ കൈ കാണിച്ച് ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് കണ്ണ് കലങ്ങി ഇങ്ങനെ വിറച്ച് നിൽക്കണ്ടപ്പോൾ എന്ത് പറ്റി മോളേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എക്സാം 1:30 സ്റ്റാർട്ട് ചെയ്യും, ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, അറ്റസ്റ്റ് ചെയ്യിച്ചിട്ടില്ല, ഇത് ചെയ്യാതെ എക്സാം എഴുതിക്കില്ല എന്നവർ പറഞ്ഞപ്പോൾ മോള് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വേഗം ഓട്ടോറിക്ഷ കയറി. ആ ചേട്ടൻ എന്നെ ഒരു സ്റ്റുഡിയോയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. വേഗം ഞാൻ ഫോട്ടോ എടുത്തു. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് 4 ഫോട്ടോ വേഗം എടുത്ത് തന്നു. അപ്പോൾ അവിടെ കൊടുക്കാൻ പൈസ ഉണ്ടായില്ല എൻ്റെ കയ്യിലെ കാര്യം. ഞാൻ ആകെ ബസ് കാശ് മാത്രം കയ്യെ പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സ്റ്റുഡിയോയിലെ ആൾ പറഞ്ഞു, പിന്നെ തന്നാൽ മതി. ആ ചേട്ടനും എനിക്ക് അവിടെയും അമ്മ അനുഗ്രഹം തന്നു. പിന്നെ തന്നാൽ മതി മോൾ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ നേരെ പോയത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. ഗവൺമെൻറ് സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്ന് അറ്റസ്റ്റും ചെയ്യിപ്പിച്ച് വാങ്ങിച്ച് ആ ഓട്ടോറിക്ഷയെ തന്നെ ആ ചേട്ടൻ തന്നെ എന്നെ തിരിച്ച് കോളേജിൻ്റെ വാതിക്കൽ 1:15 മുമ്പായിട്ട് എന്നെ എക്സാം ഹാളിൽ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്താ പറയണ്ടേ എനിക്ക്. ഞാൻ ആ എക്സാം എഴുതാതെ തിരിച്ചു സന്തോഷത്തോടുകൂടി ഞാൻ എക്സാം എഴുതി. ഒരിക്കലും ആ എക്സാം എഴുതാതെ തിരിച്ചു പോരും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം 1:30 മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കാര്യം ബസ് വാഹനങ്ങളൊന്നും വരാത്തൊരു റൂട്ടാണ്. കുറേ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടാണെങ്കിൽ ഒരു ബസ്സൊക്കെ വരണം. ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാത്തൊരു സ്ഥലമാണ്. അതെൻ്റെ അമ്മ മാതാവ് ഓട്ടോറിക്ഷക്കാരൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ അമ്മ എന്നെക്കാളും കൂടുതൽ എനിക്ക് എന്താ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ അമ്മ വന്ന് ചെയ്തെന്ന് ഞാൻ പരിപൂർണമായി അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ അന്ന് ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നു. ആ എക്സാം ഞാൻ ഒരിക്കലും എഴുതില്ലായിരുന്നു. അതെൻ്റെ അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഡ്രെയിനേജിൻ്റെ പൈപ്പ് റോട്ടിൽ, അതായത് ആൾക്കാരൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് സൈഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഡ്രെയിനേജിൻ്റെ പൈപ്പ് കാനയിലോട്ട്. അപ്പോൾ അതൊരു വട്ടം ബ്ലോക്കായിട്ട് നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ റോട്ടിലോട്ട് ഒഴുകുന്ന കണ്ട ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പൈപ്പാന്ന് തോന്നുന്നു പൊട്ടിയിട്ടിരിക്കുന്നത്, ഭയങ്കര സ്മെല്ലുണ്ട്, ഞങ്ങൾക്ക് വഴിയിലൊക്കെ നടക്കണ്ടേ, നിങ്ങളത് എത്രയും വേഗം ശരിയാക്കണം, ഡ്രെയിനേജിൻ്റെ ഇത് ശരിയാക്കണം, പെട്ടെന്ന് തന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും അറിയില്ലായിരുന്നു നമ്മുടെ പൈപ്പാണ് പൊട്ടിയേ. ആൾക്കാരിങ്ങനെ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയണത് നമ്മുടെ വീട്ടിലെ പൈപ്പാണ് പൊട്ടിയെന്ന്. അപ്പോൾ അച്ഛൻ അന്ന് തന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ പോലെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ഡ്രെയിനേജിൻ്റെ പൈപ്പായതുകൊണ്ടോ എന്തോ, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ സാങ്ഷനൊക്കെ വേണം ഇത് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആരും അതിന് മുന്നിട്ട് വന്നില്ല ചെയ്യാനായിട്ട്. അങ്ങനെ അമ്മമാതിനോട് വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളപ്പോൾ അന്ന് തലേന്ന് ദിവസം രാത്രി ഞങ്ങളവിടെ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ നാളെ തന്നെ ഇത് ശരിയാക്കണം, കാര്യം അല്ലെങ്കിൽ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ്, നമ്മുടെ പൈപ്പ് വഴി നടക്കാൻ പറ്റുള്ള, വഴിയിൽ ഇരിക്കാൻ പറ്റുള്ള എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയാണ്. അപ്പോൾ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിറ്റേ ദിവസം ഒരു ചേട്ടൻ നമ്മുടെ ഇത് ശരിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ, കാര്യം ആ ചേട്ടന് പേടിയൊന്നും അല്ല, എല്ലാവരോടും ചോദിച്ചിട്ട് അവർ മുനിസിപ്പാലിറ്റി അവർ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വഴിമാറി. പക്ഷെ ആ ചേട്ടൻ എന്തുകൊണ്ടും മുന്നിട്ട് വന്ന് കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കിൽ വലിയൊരു കരിങ്കല്ല് ഇങ്ങനെ കയറിയിരിക്കുമായിരുന്നു ആ പൈപ്പിനകത്ത്. അത് വന്ന് ബ്ലോക്കായതാണ്. ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് ആ കല്ലെടുത്ത് കളഞ്ഞു. അങ്ങനെ പിന്നീട് ഇന്ന് വരെ ആ ഒരു ബ്ലോക്കോ ഒന്നും വന്നിട്ടില്ല. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചതാണ്. ഇതെല്ലാം എൻ്റെ അമ്മ മാതാവ് ഇതുപോലെ ഒത്തിരി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എന്ന് ഞങ്ങളുടെ കയ്യെ കിട്ടി അന്ന് തൊട്ട് അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രം, എന്ത് വിഷമം പറയാനും അമ്മ ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് അത് സാധിച്ചു തരും. ഒത്തിരി അനുഭവങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ കൈ പിടിച്ച് അമ്മ നടത്തുന്നുണ്ട്. ഞങ്ങളെ ഓരോ ദിവസവും അമ്മയെ വിളിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അമ്മയെ തിരിച്ചു തന്നതിന് 1000 നന്ദി, 1 കോടി നന്ദി, 1000 നന്ദി പറയുന്നു അമ്മയെടുത്ത്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് 2 വാക്ക് നന്ദി പറയാനായിട്ട്. എൻ്റെ അസുഖം എൻ്റെ മാതാവ് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല.
ഞാൻ എന്നും ഇരുന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും ഇല്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാത്തത്. എനിക്ക് തുപ്പലിറക്കി തന്നതിനും എനിക്ക് വെള്ളം കുടിപ്പിച്ചു തന്നതിനും എനിക്ക് ഭക്ഷണമൊക്കെ ഇറക്കി തന്നതിനും എൻ്റെ ഗുളിക നിർത്തി തന്നതിനും എൻ്റെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. എന്നും എൻ്റെ അമ്മേനെ മരണം വരെ എൻ്റെ അമ്മേനെ തൊഴുത് അമ്മയോട് പ്രാർത്ഥന ഈ ഒരാഗ്രഹം മാത്രമേ ഇനി എനിക്കുള്ളൂ ജീവിതത്തിൽ. അതെന്നും സാധിച്ചു തരുന്ന അമ്മേ, അത് മാത്രം എനിക്ക് സാധിച്ചു തരണേന്ന് എന്നും എൻ്റെ പ്രാർത്ഥന. എൻ്റെ പേര് ലേഖ, ഞാൻ അനീത്തിയാണ്. എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ ഞാൻ നിയോഗം സമർപ്പിച്ചിരുന്നു. അപ്പം ഇത്രയും എൻ്റെ അമ്മയുടെ രോഗം മാറി ഗുളിയൊക്കെ നിർത്തി ഇപ്പോൾ ആഹാരം നല്ലപോലെ കഴിക്കാൻ പറ്റുന്നതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് അമ്മയുടെ പത്രം വീടുകളിൽ കയറി ഇറങ്ങിയാണ് കൊടുക്കാറുള്ളത്. ഞാൻ ബസ് സ്റ്റാൻഡുകളിലൊന്നും അങ്ങനെ കൊടുക്കാനും ഒരുപാട് പേര് ഇങ്ങനെ ചവിട്ടി അങ്ങനെയൊക്കെ കയ്യെ കിട്ടണ സമയം അവരൊന്നും വായിക്കാൻ പോലും ചിലവർ കൂട്ടാക്കാതെ അങ്ങനെ ചവിട്ടിയ രീതിയിലൊക്കെ ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ആ പത്രം എടുത്തുകൊണ്ട് വന്ന് എവിടെയെങ്കിലും കാര്യം അത് വായിക്കാൻ കൂടെ പറ്റാത്ത രീതിയിൽ ആൾക്കാർ വളരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് ഞാനത് ചിലപ്പോഴൊക്കെ എടുത്ത് വന്ന് എവിടെയെങ്കിലും ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പക്ഷെ ഞാനത് കാരണം വീടുകളിൽ കയറി ചെന്ന് അവരുടെ കൈകളിൽ കൊടുത്തിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. എൻ്റെ അമ്മയുടെ അസുഖത്തെക്കുറിച്ച് മാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്രം കൊടുക്കാറ്. പിന്നെ അതുപോലെ ആരെൻ്റെ കൈ നീട്ടിയാലും എൻ്റെ കയ്യിലുള്ള പോലെ ആ സമയത്തുള്ള പോലെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ എന്താണോ അന്നേരം ഉള്ളത് അതുപോലെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര മനസ്സ് തന്നെ വല്ലാതെ ഞങ്ങളുടെ ഒരു നീറിയ മനസ്സായിരുന്നു. എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ അമ്മയുടെ കാര്യം. എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ അമ്മയുടെ അസുഖം തുടങ്ങിയത്. അപ്പം അന്ന് മുതലേ ഈ അസുഖം കണ്ടാണ് ഇന്നോളം വരെ വളർന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു സന്തോഷത്തോടെ ഒരു ജീവിതം എല്ലാവരും നയിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അമ്മയുടെ ഈ ഒരു രോഗം മാറിയ പിന്നെയാണ് ഇപ്പോഴാണ് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ആത്മീയമായി ഒരുപാട് വളരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മ ഇന്നിപ്പോൾ എൻ്റെ അമ്മയുടെ ഉമിനീര് ഇറക്കുന്നത്. അച്ഛനൊരാപത്തും വരരുതേ, അച്ഛൻ്റെ കാലിന് മുള്ളുപോലും കൊള്ളരുതേ എന്ന് എപ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും. കാര്യം ഇനിയും അനേകായിരം മക്കൾക്ക് അച്ഛൻ്റെ കൈവപ്പിലൂടെ ഇനിയും ഒരുപാട് മക്കൾ ഉയർത്തെഴുന്നേറ്റ് വരാനുണ്ട്. അതുകൊണ്ട് അച്ഛനെന്നും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ എന്നും അമ്മ മാതാവിനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛനെന്നും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.